പ്രിയരെ, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സംബന്ധമായ നടപടിക്രമങ്ങളെ പരിചയപ്പെടുത്തുവാൻ പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന ത്രിതലം ലളിതം എന്ന ഉദ്യോഗസ്ഥ പരിശീലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ത്രിതലം ലളിതത്തിന്റെ 2-ാം അധ്യായത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ യോഗ്യതകളെയും അയോഗ്യതകളെയും കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ യോഗ്യതകൾ എന്തൊക്കെയായിരിക്കണമെന്ന് നോക്കാം. ഒന്നാമതായി, അദ്ദേഹം മത്സരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലെ ഒരു വോട്ടർ ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായി, 21 വയസ്സ് പൂർത്തീകരിക്കണം. പൂർത്തീകരിച്ച വയസ്സ് കണക്കാക്കുന്നത് നോമിനേഷൻ ഫയൽ ചെയ്ത തീയതി വെച്ചുകൊണ്ടാണ്. മൂന്നാമതായി, ഒരു സംവരണ മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ സംവരണ കാറ്റഗറിയിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ആയിരിക്കണം എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി നോമിനേഷൻ നൽകുന്നതിനോടൊപ്പം ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. പ്രസ്തുത പ്രതിജ്ഞ വരണാധികാരിക്ക് മുന്നിലോ ഉപവരണാധികാരിക്ക് മുന്നിലോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് മുന്നിലോ എടുത്ത് നിശ്ചിത ഫോമിൽ അത് വരണാധികാരിക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ഇത് ഒരു യോഗ്യതാ മാനദണ്ഡമായി കണക്കാക്കുന്നു. തിരഞ്ഞെടുപ്പ് നിയമങ്ങളിൽ ഏതെങ്കിലും വച്ച് ഒരു വ്യക്തിയെ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് അയോഗ്യനാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യതയുണ്ടാവില്ല. സുരക്ഷിത നിക്ഷേപം അഥവാ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടച്ച് അതിനുശേഷം മാത്രമാണ് നോമിനേഷൻ നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ സുരക്ഷിത നിക്ഷേപം അടയ്ക്കുക എന്നുള്ളത് ഒരു യോഗ്യതാ മാനദണ്ഡമാകുന്നു. ഈ 6 യോഗ്യതാ മാനദണ്ഡങ്ങളാണ് ഒരു സ്ഥാനാർത്ഥിയാവാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ അയോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി, കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയോ ഉദ്യോഗസ്ഥരായിരിക്കാൻ പാടുള്ളതല്ല. രണ്ടാമതായി, 51%-ലധികം സർക്കാർ ഷെയറുള്ള സർക്കാർ കമ്പനികൾ, ബോർഡ്, യൂണിവേഴ്സിറ്റി എന്നിവയിലെ ഉദ്യോഗസ്ഥരായിരിക്കാൻ പാടില്ല. പാർട്ട് ടൈം ജീവനക്കാരെയും ഓണറേറിയം ലഭിക്കുന്ന ജീവനക്കാരെയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ കണക്കാക്കി അയോഗ്യരാക്കപ്പെട്ടിട്ടുണ്ട്. അംഗൻവാടി വർക്കർമാർ, ബാലവാടി വർക്കർമാർ, ആശാ വർക്കർമാർ എന്നിവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയില്ല. സാക്ഷരതാ പ്രേരകുമാർക്ക് പഞ്ചായത്തിൽ മത്സരിക്കുവാനും എന്നാൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിൽ മത്സരിക്കാതിരിക്കാനും ഉള്ള നിയമമാണുള്ളത്. എംപാനൽ ജീവനക്കാർ അടക്കമുള്ള KSRTC ജീവനക്കാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ അയോഗ്യതയുണ്ട്. ഗവൺമെന്റിന്റെ 51%-ലധികം ഷെയർ നിലനിൽക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ ജീവനക്കാർക്കും മത്സരിക്കുന്നതിന് അയോഗ്യതയുണ്ട്. കേരള സംസ്ഥാന വിദ്യുത് ശക്തി ബോർഡിലെ ജീവനക്കാർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ അയോഗ്യതയുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം സർക്കാരിലേക്ക് 179 ദിവസം താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടിട്ടുള്ളവർക്കും അവർ ജോലി ചെയ്യുന്ന അവസരത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ അവകാശമില്ല. കുടുംബശ്രീയുടെ CDS ചെയർപേഴ്സൺമാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. എന്നാൽ CDS അക്കൗണ്ടന്റ്മാർക്ക് മത്സരിക്കുവാൻ അയോഗ്യത കൽപ്പിച്ചിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിതയുടെ വകുപ്പുകൾ പ്രകാരവും റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെ സെക്ഷൻ 8 പ്രകാരം വോട്ടെടുപ്പിന്റെ സ്വകാര്യതയെ ലംഘിച്ചതിന് ശിക്ഷിക്കപ്പെട്ടാലോ ശിക്ഷ വിധിച്ച തീയതി മുതൽ 6 വർഷക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയുണ്ട്. പഞ്ചായത്തി രാജ് ആക്ടിന്റെ സെക്ഷൻ 101 പ്രകാരമോ മുനിസിപ്പാലിറ്റി ആക്ടിന്റെ സെക്ഷൻ 107 പ്രകാരമോ ഒരാൾ അഴിമതി സംബന്ധിച്ച കാര്യത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ
അദ്ദേഹത്തിന് ശിക്ഷാ തീയതി മുതൽ 6 വർഷത്തേക്ക് അയോഗ്യതയുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ മത്സരിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിക്ക് ഏതെങ്കിലും നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല. ഒരു പട്ടികജാതി പട്ടികവർഗ സംവരണ മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്നതിന് ഹാജരാക്കിയ ജാതി സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യത കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ധാർമ്മിക അരാജകത്വത്തിന് ഭാഗമായി ഏതെങ്കിലും ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു കോടതിയോ ട്രൈബ്യൂണലോ 3 മാസത്തിലധികം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ അയോഗ്യതയുണ്ട്. കെടുകാര്യസ്ഥതയ്ക്ക് ബാധ്യസ്ഥനാണ് ഒരു വ്യക്തി എന്ന് ഓംബുഡ്സ്മാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ പ്രസ്തുത വ്യക്തിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ അയോഗ്യതയുണ്ട്. വിഭ്രാന്തമായ മനസ്സുള്ളയാളാണ് ഒരു വ്യക്തി എന്ന് ഏതെങ്കിലും കോടതി വിധി പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിൽ പ്രസ്തുത വ്യക്തിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല. മറ്റൊരു രാജ്യത്തിന്റെ പൗരനോ അല്ലെങ്കിൽ 2 രാജ്യങ്ങളിലെ പൗരനോ ആയ വ്യക്തിക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ അയോഗ്യതയുണ്ട്. ഏതെങ്കിലും ഒരു ക്രിമിനൽ കോടതി തിരഞ്ഞെടുപ്പ് കുറ്റകൃത്യത്തിന് ഒരു വ്യക്തിയെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷാ തീയതി മുതൽ 6 വർഷക്കാലം പ്രസ്തുത വ്യക്തിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ അയോഗ്യതയുണ്ട്. പാപ്പരാണെന്ന് ഒരു കോടതി പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ പാപ്പരാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വ്യക്തി കോടതിയെ സമീപിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനാവില്ല. ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനവുമായിട്ടോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായിട്ടോ നിലനിൽക്കുന്ന കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയുണ്ട്. ഒരു സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മത്സരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയോ നിയമോപദേശകനായി പ്രവർത്തിക്കുന്നയാൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ അയോഗ്യതയുണ്ട്. സർക്കാരിനുള്ള എന്തെങ്കിലും കുടിശ്ശിക വരുത്തിയ ഒരു വ്യക്തിക്ക് മത്സരിക്കുന്നതിന് അനുവാദമില്ല. ഒരു വക്കീൽ എന്ന നിലയിൽ പ്രാക്ടീസ് ചെയ്യുവാൻ അയോഗ്യത കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഡീബാർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ അനുവദിക്കുന്നതല്ല. അധീരനും മൂകനും ഒന്നിച്ചായ ഒരു വ്യക്തിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ അയോഗ്യതയുണ്ട്. നേരത്തെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി തൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് മറ്റൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ അയോഗ്യതയുണ്ട്. സർക്കാരിലേക്കോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കോ ഏതെങ്കിലും തരത്തിലുള്ള കുടിശ്ശിക അടയ്ക്കുവാനുള്ള വ്യക്തി അദ്ദേഹത്തിന് ഡിമാൻഡ് നോട്ടീസ് നൽകിയിട്ടും സ്ക്രൂട്ടിനി തീയതിക്ക് മുമ്പ് പ്രസ്തുത കുടിശ്ശിക അടച്ചില്ലെങ്കിൽ അയോഗ്യരാക്കപ്പെടും. ബാങ്കുകൾക്കുള്ള കുടിശ്ശികയോ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, KSFE, KFC തുടങ്ങിയവയിലേക്കുള്ള കുടിശ്ശികകളോ അയോഗ്യതയ്ക്ക് കാരണമാവില്ല. റവന്യൂ റിക്കവറി നടപടികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഈ കുടിശ്ശികകൾ അയോഗ്യതയ്ക്ക് കാരണമാവില്ല. ഒരു ജീവനക്കാരനെ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ അയോഗ്യനാണ്. കൂറുമാറ്റ നിയമപ്രകാരം ഒരു വ്യക്തിയെ അയോഗ്യനാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തീയതി മുതൽ 6 വർഷത്തേക്ക് അദ്ദേഹത്തിന് അയോഗ്യതയുണ്ടായിരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകളും അയോഗ്യരാക്കപ്പെടാൻ ഉള്ള കാരണങ്ങളുമാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്തത്. പാലക്കാട് ജില്ലാ തിരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗത്തിന് വേണ്ടി ഏവർക്കും നന്ദി അറിയിക്കുന്നു.